ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ കീം ഓൺ ഫയർ. അപ്പം നമ്മൾ സിസ്റ്റംസ് ഓഫ് പാർട്ടിക്കിൾസ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. റൊട്ടേഷണൽ മോഷൻ ഓൾറെഡി നമ്മൾ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. എന്നാലും നമുക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കാം. റൊട്ടേഷണൽ മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബോഡി അത് ആക്ച്വലി ഒരു സർക്കിളിൻ്റെ ഒരു പാർട്ടായിട്ട് അല്ലെങ്കിൽ ഒരു സർക്കുലർ മോഷനിൽ മൂവ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ പാർട്ട് ഓഫ് സർക്കിൾ എന്നുള്ള രീതിയിൽ, അതായത് ഇവിടെ ഇരുന്നൊരു ബോഡി ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു. സോ ഇറ്റ് ലുക്സ് ലൈക്ക് ഇതിൻ്റെ ഒരു ചെറിയൊരു പോർഷനായിട്ടല്ലേ നമുക്ക് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ വെച്ചിട്ട് നമ്മൾ സാധാരണ നമ്മളുടെ ലീനിയർ മോഷനിൽ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? ലീനിയർ മോഷൻ നമ്മുടെ സെയിം ഇക്വേഷൻസ് ഒക്കെ നോക്കാം. എന്താണ്? S ഈസ് ഈക്വൽ ടു ut പ്ലസ് നമ്മളെ സെയിം ഇക്വേഷൻ ഹാഫ് at², അല്ലെങ്കിൽ v² മൈനസ് u² ഈസ് ഈക്വൽ ടു 2as, അതല്ലെങ്കിൽ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ഫൈനൽ മൈനസ് ഇനിഷ്യൽ ആക്സിലറേഷൻ ബൈ t അല്ലേ? അതേപോലെ തന്നെ എസ് നമുക്ക് ഇങ്ങനെ എഴുതാം, ഇനിഷ്യൽ ആവറേജ് വെലോസിറ്റി u/2 ഇൻറ്റു t. അപ്പോൾ ഇത്രയൊക്കെ നമുക്കറിയാം. ഇതേപോലെ തന്നെ നമുക്ക് എന്തുണ്ട്? റൊട്ടേഷണൽ മോഷനിലും ടേംസ് ഉണ്ട്. നമ്മൾ കുറച്ചൊക്കെ പഠിച്ചതാണ്. റൊട്ടേഷണൽ മോഷനിൽ ഈ എസ്സിന് പകരം നമ്മൾ ലീനിയർ മോഷനിൽ എങ്ങനെയാണ്? ഒരു റോഡിലൂടെ അല്ലെ ഗ്രൗണ്ടിലൂടെ ഒരു കാറ് പോണു അല്ലേ? ഒരു കാറിങ്ങനെ ഇങ്ങോട്ടായിരിക്കും അല്ലേ? ഒരു കാർ ഇങ്ങനെ മൂവ് ചെയ്യുന്നു. അപ്പം അതിൻ്റെ വെലോസിറ്റിയാണ് നമ്മൾ v. അതിൻ്റെ ഡിസ്റ്റൻസ്, ഇപ്പോൾ കാർ ഈ ഒരു പോയിന്റിൽ നിന്നും ഈ ഒരു പോയിന്റ് വരെ എത്തിയെങ്കിൽ, ദെൻ കാർ ഇവിടെ നിന്ന് ഇവിടെ വരെ എത്തിയെങ്കിൽ, സോ ഈ ഡിസ്റ്റൻസ് ആണ് നമ്മൾ പറയുന്നത് എന്ത്? എസ് എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ്. അത് ടൈം t കൊണ്ട് ട്രാവൽ ചെയ്ത് എത്തി. അതിൻ്റെ വെലോസിറ്റി v ആണ്. ഓഫ് കോഴ്സ് ഇതിൻ്റെ ആക്സലറേഷൻ a ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള രീതിയിലാണ് നമ്മൾ ലീനിയറിൽ പറയുന്നത്. ബട്ട് ഈ സർക്കുലർ കേസിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ എന്താണ്? എസ്സിന് പകരം നമ്മൾ എടുക്കുന്നതാണ് തീറ്റ. ആംഗുലർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നമ്മൾ എത്ര ആംഗിൾ. ആ തീറ്റ എന്ന് പറയുന്നത് എന്തിലായിരിക്കും? തീറ്റ ഇൻ റേഡിയൻസിലാണ് നമ്മൾ പറയുന്നത്. ആ റേഡിയൻസിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. π/2 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 90 ഡിഗ്രി, π/4 ഈസ് 45 ഡിഗ്രി, പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? 180 ഡിഗ്രി. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ തീറ്റ എന്ന് പറയുന്നത് നമ്മൾ റേഡിയനിൽ എടുക്കുന്ന ആംഗിളായിരിക്കും. അപ്പോൾ എസ്സിന് പകരം നമുക്ക് എന്ത് എഴുതാം? എസ് ടെൻസ് ടു തീറ്റ. ഇവിടെ ലീനിയറിൽ നമ്മൾ ഡിസ്റ്റൻസ്, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എന്നൊക്കെ പറയുന്ന സാധനം നമ്മൾ റൊട്ടേഷണൽ മോഷനിലേക്ക് പോകുമ്പോൾ എന്തായി മാറും? അത് തീറ്റയായിട്ട് മാറും. ദാറ്റ് തീറ്റ വി ആർ എക്സ്പ്രസ്സിങ് ഇൻ SI യൂണിറ്റിൽ. തീറ്റേൻ്റെ കാര്യം വരുമ്പോൾ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന റേഡിയൻസിലായിരിക്കും. അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ നമ്മുടെ എസ്സിന് പകരം നമ്മൾ തീറ്റ എടുക്കുന്നു. പിന്നെ നമുക്ക് എന്താ അടുത്തുള്ള u, ഇനിഷ്യൽ വെലോസിറ്റി. വെലോസിറ്റി എന്നൊക്കെ പറയുന്നതാണ് ഇതിനകത്തുള്ളത്. വെലോസിറ്റി എന്ന് പറയുന്നതിന് പകരം നമ്മുടെ റൊട്ടേഷണൽ മോഷനിലുള്ള ടേം ആണ് എന്താണ്? ആംഗുലർ വെലോസിറ്റി ഈസ് ഒമേഗ. അപ്പോൾ നമ്മുടെ ഈ സ്മോൾ വിക്ക് പകരം നമുക്ക് വരുന്നത് ആംഗുലർ വെലോസിറ്റി. ഓക്കെ, അപ്പം v എന്ന് പറയുന്നത് w ആണ്. അതേപോലെ തന്നെ ആംഗുലർ വെലോസിറ്റിയാണ് w. ഇതിൻ്റെ ആംഗുലർ രീതിയിലുള്ള ആംഗുലർ മോഷനിൽ നമ്മൾ എടുക്കുന്ന വെലോസിറ്റിനെയാണ് നമ്മൾ ആംഗുലർ വെലോസിറ്റി എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ആക്സിലറേഷൻ്റെ ടേമിൽ നമുക്ക് ഇതിൽ ആംഗുലർ ആക്സിലറേഷൻ, വെലോസിറ്റി ഉണ്ട്, ആക്സിലറേഷൻ ഉണ്ട്. ആംഗുലർ ആക്സിലറേഷൻ എങ്ങോട്ടായിരിക്കും പോകുന്നത്? ടുവേർഡ്സ് സെൻറ്റർ. അപ്പം ആംഗുലർ ആക്സിലറേഷൻ നമുക്ക് വരുന്നത്, ഈ ആക്സിലറേഷന് പകരം നമുക്ക് വരുന്ന ആൽഫ. ഓക്കെ, അപ്പോൾ ഈ 3 ടേം നമുക്ക് ഇതിന് പകരം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ റൊട്ടേഷണൽ മോഷൻ്റെ കേസാകും. അത്രയേ ഉള്ളൂ. ഇറ്റ്സ് വെരി സിമ്പിൾ. പക്ഷേ കുട്ടികൾക്ക് ഭയങ്കര ടെൻഷനുള്ളൊരു അല്ലെങ്കിൽ പെട്ടെന്ന് ബുദ്ധിമുട്ടുള്ളൊരു ടോപ്പിക്കാണ്. ബട്ട് സിംപ്ലിഫൈഡ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം. അതായത് ആൽഫ എ ആയി. ഇനി നമുക്ക് എന്താ പറയേണ്ടത്? ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കേസിലും ടിക്ക് വേറെ മാറ്റമൊന്നുമില്ല. ടി ഈസ് സെയിം. പിന്നെ നമ്മൾ പഠിച്ചതുപോലെ തന്നെ 2π/, ക്യാപിറ്റൽ എ ടൈം പീരീഡ് 2π/ω, അല്ലെങ്കിൽ ഒമേഗ എന്ന് പറയുന്നത് 2π/t. ടി എന്ന് പറഞ്ഞാൽ ടൈം പീരീഡാണ്. അതല്ലെങ്കിൽ ഒമേഗ ഈസ് 2π, നമുക്ക് ഫ്രീക്വൻസി ആയിട്ടും എടുക്കാം. ടി എന്ന് പറഞ്ഞാൽ എന്താ?
ഇത് കംപ്ലീറ്റ് കറങ്ങി വരാൻ എടുക്കുന്ന ഒരു ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ്സ്, അതായത് എത്ര സമയം കൊണ്ടാണ് ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ ഇത് കവർ ചെയ്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് നേരെ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എസ് എന്ന് പറയുന്നത് ഈ എസിൻ്റെ അവിടെ നമുക്ക് എന്ത് എഴുതാം? തീറ്റ ഈസ് ഈക്വൽ ടു യു. എന്താ യുവിന് പകരം നമുക്ക് ഒമേഗ ഇനിഷ്യൽ, ടി അത് തന്നെ ഹാഫ് ഇൻറ്റു ആൽഫ ടി സ്ക്വയർ. എക്ക് പകരം ആൽഫ എഴുതുക. പിന്നെ നമുക്ക് ഒമേഗ ഫൈനൽ സ്ക്വയർ മൈനസ് ഒമേഗ ഇനിഷ്യൽ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 ആൽഫ, എസിന് പകരം തീറ്റ. ഓക്കെ, ഈ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആംഗുലർ ആക്സലറേഷൻ ഇസ് ഈക്വൽ ടു വി എന്ന് പറഞ്ഞാൽ ഒമേഗ ഫൈനൽ മൈനസ് ഒമേഗ ഇനിഷ്യൽ ബൈ ടി അത് തന്നെ. പിന്നെയും എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒമേഗ ഫൈനൽ പ്ലസ് ഒമേഗ ഇനിഷ്യൽ ബൈ 2, അതായത് ആവറേജ് ആംഗുലർ വെലോസിറ്റി ഇൻറ്റു ടൈം. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ റിലേറ്റ് ചെയ്തങ്ങ് പഠിച്ചാൽ മതി. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് വരുന്ന ടേംസ് ഇങ്ങനെയാണ്. പിന്നെ 2-3 ഇക്വേഷൻസ് കൂടിയുണ്ട്, അതും കൂടെ നമ്മളങ്ങ് പഠിച്ചാൽ മതി. അതായത് നമുക്ക് എസ്സിൽ നിന്നും നമ്മൾ എങ്ങനെയാണ് തീറ്റയിലേക്ക് ഉള്ള റിലേഷൻഷിപ്പ്, അതും കൂടെ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഇതിനകത്തുള്ള പ്രോബ്ലംസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയൊക്കെയുള്ള നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെയൊക്കെ റിലേഷൻഷിപ്പും കൂടെ ഒന്ന് ഓർത്തിരുന്നാൽ മതി. എസ് എന്ന് പറഞ്ഞാൽ ആർ തീറ്റയാണ്, അതായത് ലീനിയർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആർ തീറ്റ, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ആർ ഒമേഗ, ആക്സലറേഷൻ ഈസ് ആർ ആൽഫ. നമ്മുടെ ആൽഫ എന്ന് പറയുന്നത് ആർ ഒമേഗ സ്ക്വയർ, പിന്നെ ഒമേഗ ഇസിക്കൽ 2π/t, അല്ലെങ്കിൽ അതിനെ 1/t എന്ന് പറയുന്നതാണ് ഫ്രീക്വൻസി. അപ്പോൾ 2πf, അതായത് റെവല്യൂഷൻസ് പെർ മിനിറ്റ്, റെവല്യൂഷൻസ് പെർ സെക്കൻഡ് എന്നൊക്കെ പറയുന്നതാണ് അതിൻ്റെ ഫ്രീക്വൻസി. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ പറ്റും. ഇത് ഇങ്ങനെയുള്ള സിംപ്ലിഫൈഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒന്നും നിങ്ങൾക്ക് ഈസി ആയിട്ട് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇക്വേഷൻസ് അറിഞ്ഞിരിക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിനകത്ത് ആപ്പാടെ നമുക്ക് ഡൗട്ട് വരുന്നു ആൽഫ ഈസ് ഈക്വൽ ടു ആർ ഒമേഗ സ്ക്വയർ മാത്രമേ ഉള്ളൂ. ആൽഫ ഈസ് ഈക്വൽ ടു ആർ ഒമേഗ സ്ക്വയർ. ആർ എന്ന് പറഞ്ഞാൽ ആ സർക്കിളിൻ്റെ റേഡിയസ് ആണ്, ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലർ വെലോസിറ്റി. ഓക്കെ, ആൽഫ എന്ന് പറഞ്ഞാൽ ആംഗുലർ ആക്സലറേഷൻ. ബാക്കിയെല്ലാം നമുക്ക് വിചാരിക്കാവുന്നതല്ലേ ഉള്ളൂ. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ആർ ഒമേഗ. തിരിച്ചും മറിച്ചുമൊക്കെ ചോദിച്ചാൽ പറയാൻ വേണ്ടി ഒമേഗ എന്ന് പറഞ്ഞാൽ ഇത് മാത്രം നിങ്ങൾ ഓർത്തിരിക്കുക, 2π/t അല്ലെങ്കിൽ 2πf. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രോബ്ലംസും സുഖമായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. ഇത് 2025 കീമിൽ വന്ന പ്രോബ്ലമാണ്. വെരി സിമ്പിൾ പ്രോബ്ലം. അതായത് ക്വസ്റ്റ്യൻ വായിക്കാം. എ ബോയ് വേൾസ് എ ബോൾ ഓഫ് സ്ട്രിങ് along a horizontal circle of radius 98 centimeters. The angular velocity in radians per second with which the ball has to be whirled so that its acceleration towards center of the circle has the same magnitude as acceleration due to gravity is. എന്ന് വെച്ചാൽ എന്താ, ഒരു കുട്ടി ഒരു സ്ട്രിങ് ഒരു ചരടിൻ്റെ അറ്റത്തൊരു ബോൾ വെച്ചിട്ടുണ്ട്. അതിങ്ങനെ ഒരു കുട്ടി ഇങ്ങനെ കറക്കുകയാണ് ഹൊറിസോണ്ടലിൽ. അപ്പോൾ നമുക്കിങ്ങനെ സർക്കിൾ ശരിക്കും പറഞ്ഞാൽ ഹൊറിസോണ്ടലിലാണ് വരുന്നത് സർക്കിൾ. ബട്ട് നമുക്ക് കാണാനുള്ള അല്ലെങ്കിൽ വരയ്ക്കാനുള്ള എളുപ്പത്തിന് നമുക്കിങ്ങനെ വരയ്ക്കാം. ഇങ്ങനെ ഒരു വട്ടത്തിൽ ഒരു സെൻറ്റർ ഉണ്ട്, ആ സെൻറ്ററിൽ കുട്ടി ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ദിസ് വൺ ഈസ് ബോൾ. അപ്പോൾ ബോളിൻ്റെ പാത്താണ് സർക്കിളായിട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്? റേഡിയസ്, അപ്പോൾ ഹൊറിസോണ്ടൽ സർക്കിൾ ഓഫ് റേഡിയസ് പറഞ്ഞിട്ടുണ്ട്. റേഡിയസ് ഈസ് ഈക്വൽ ടു 98 സെൻറ്റിമീറ്റേഴ്സ്. അപ്പം നമുക്കത് എഴുതാം. റേഡിയസ് ഈസ് ഈക്വൽ ടു 98 സെൻറ്റിമീറ്റേഴ്സ്. ഉടനെ തന്നെ നമ്മൾ അതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തോളാം. 98 മീറ്റേഴ്സ്. 0.98 മീറ്റേഴ്സ് കിട്ടി. പിന്നെന്താ പറഞ്ഞേക്കുന്നത്? വിത്ത് വിച്ച് ദ ബോൾ ഹാസ് ടു ബി വേൾഡ് സോ ദാറ്റ്. അപ്പോൾ ഇങ്ങനെ കറക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആക്സലറേഷൻ ടുവേർഡ്സ് സെൻറ്റർ ഓഫ് ദ സർക്കിൾ. അപ്പം ഇങ്ങോട്ട് പോകുന്ന ആക്സലറേഷൻ, ദാറ്റ് ഈസ് ആംഗുലർ ആക്സലറേഷൻ, ഹാസ് എ സെയിം മാഗ്നിറ്റ്യൂഡ് ആസ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്താണെന്ന് നമുക്കറിയാമല്ലോ, ദാറ്റ് ഈസ് ജി. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ജി ആണ്. അപ്പോൾ ജീൻ്റെ സെയിം മാഗ്നിറ്റ്യൂഡ് ഉണ്ട്. അപ്പോൾ ജീൻ്റെ വാല്യൂ എന്താ? ആംഗുലർ ആക്സലറേഷന് ജീൻ്റെ മാഗ്നിറ്റ്യൂഡ് ഉണ്ട്. മാഗ്നിറ്റ്യൂഡ് എത്രയാണ് ജീൻ്റെ? 9.81. ഓക്കെ, ഇത് 98 ആയതുകൊണ്ട് നമുക്ക് 9.8 എന്ന് എഴുതാം. അപ്പോൾ മാഗ്നിറ്റ്യൂഡേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ ഇതിനകത്ത് വരുമ്പം റേഡിയൻസ് പെർ സെക്കൻഡ് സ്ക്വയർ. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ഡ്യൂ ടു ഗ്രാവിറ്റി.
ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞേക്കുന്നത് ഫൈൻഡ് ദ ആംഗുലർ വെലോസിറ്റി ഇൻ റേഡിയൻസ് വിത്ത് വിച്ച് ഈ ബോൾ കറങ്ങുന്നതിൻ്റെ ആംഗുലർ വെലോസിറ്റിയാണ്. ആംഗുലർ വെലോസിറ്റി എത്രയാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ആംഗുലർ വെലോസിറ്റി ഈസ് അപ്പോൾ ഒമേഗ നമുക്കറിയാം എന്താ, അല്ല നമുക്ക് ആൽഫ അറിയാം. എന്താണ് നമ്മുടെ ഇക്വേഷൻ ഉണ്ടല്ലോ, ആൽഫ ഈസ് ഈക്വൽ ടു ആർ ഒമേഗ സ്ക്വയർ. ഈ ഇക്വേഷൻ മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഓരോ ടേമും എന്താണെന്ന് അറിയുക. സോ നമ്മളോട് പറഞ്ഞേക്കുന്നത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒമേഗയാണ് കണ്ടുപിടിക്കുന്നത്. ഒമേഗ സ്ക്വയർ എന്ന് പറയുമ്പം ആൽഫ ബൈ ആർ വരും. സോ ഒമേഗ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആൽഫ ബൈ ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് എത്രയാണ്, ആൽഫ എത്രയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ആൽഫ എന്ന് പറഞ്ഞത് നമ്മുടെ ജീൻ്റെ സെയിം മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 9.8 ഡിവൈഡഡ് ബൈ റേഡിയസ് നമ്മുടെ 0.98. പോയിൻ്റൊക്കെ മാറ്റാം നമുക്ക് ആദ്യം. ഓക്കെ, 980 ബൈ 98 അല്ലേ വരുന്നത്, താഴെ മുകളിലും 100 കൊണ്ട് ഗുണിക്കുമ്പോൾ. സോ ഇറ്റ് വിൽ ബി ആൻസർ. ദ ആൻസർ ഈസ് √10. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ 10 കിട്ടും. സോ √10 ആൻസറിലുണ്ട്. ഓക്കെ, ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. സോ ജസ്റ്റ് അപ്പോൾ ഈ ഇക്വേഷൻസ് നിങ്ങൾ ഒന്ന് ഓർത്തിരിക്കുക. അത് വെച്ചിട്ടുള്ള പ്രോബ്ലം വന്നാൽ സുഖമായിട്ട് നമുക്ക് ചെയ്യാം. തിരിച്ചും തിരിച്ചുമൊക്കെ വരും. ഇത്രയൊക്കെ ഇതിനകത്ത് ചോദിക്കാനുള്ളൂ. കാര്യം ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഈ പറഞ്ഞിരിക്കുന്നതിനകത്ത് സെയിം മാഗ്നിറ്റ്യൂഡ് ഓഫ് ആക്സലറേഷൻ ഡ്യൂ ടു, അപ്പോൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്താണെന്ന് നമുക്കറിയാം. ദാറ്റ് ഈസ് ജി. ആ ജീൻ്റെ മാഗ്നിറ്റ്യൂഡ് ശരിക്കും പറഞ്ഞാൽ 9.8 നമ്മുടെ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ആ യൂണിറ്റ് ഒന്നും എടുക്കണ്ട, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുത്തു കഴിഞ്ഞാൽ അതായിരിക്കും ആംഗുലർ ആക്സലറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആംഗുലർ ആക്സലറേഷൻ ആണ് നമ്മുടെ, അല്ലെ റൊട്ടേഷണൽ ആക്സലറേഷൻ ആണ് നമ്മുടെ ആൽഫ. ആംഗുലർ ആക്സലറേഷൻ ആണ് ആൽഫ. ആൽഫ ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ജി. അത് കണ്ടുപിടിക്കുക. അത് മാത്രമേ ഇതിനകത്തൊരു ട്രിക്കായിട്ടുള്ളൂ. ബാക്കിയെല്ലാം ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, കീം 2014 ഒരു പ്രോബ്ലമാണ് ഇത്. എ വീൽ ഈസ് റൊട്ടേറ്റിംഗ്. ഒരു വീല് കറങ്ങുന്നുണ്ട് അറ്റ് 1800 RPM. RPM എന്ന് വെച്ചാൽ അറിയാലോ, റെവല്യൂഷൻസ് പെർ മിനിറ്റ്, അബൌട്ട് ഇറ്റ്സ് ഓൺ ആക്സിസ്. വെൻ ദ പവർ ഈസ് സ്വിച്ച്ഡ് ഓഫ്, ആ വീലിൻ്റെ പവർ സ്വിച്ച് ഓഫ് ആ മോട്ടറിൻ്റെ പവർ സ്വിച്ച് ഓഫ് ചെയ്തു. ആൻഡ് ഇറ്റ് കംസ് ടു റെസ്റ്റ് ഇൻ 2 minutes. 2 മിനിറ്റ് കൊണ്ട് അത് സ്റ്റോപ്പായി, റെസ്റ്റിലായി. അങ്ങനെയാണെങ്കിൽ ദെൻ ആംഗുലർ റിട്ടാർഡേഷൻ. ആംഗുലർ റിട്ടാർഡേഷൻ എന്ന് വെച്ചാൽ എന്താ, ആക്സലറേഷൻ്റെ ഓപ്പോസിറ്റ്. അതായത് നിൽക്കുന്നത് കൊണ്ടാണ്. സ്ലോ ഡൗൺ ചെയ്ത് മെല്ലെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോവല്ലേ. ആക്സലറേഷൻ എന്ന് വെച്ചാൽ നമ്മൾ കൂട്ടുന്നു, റിട്ടാർഡേഷൻ എന്ന് വെച്ചാൽ പിന്നാലെ വരുന്നു, അതായത് കുറയുന്നു, 0യിലേക്ക് വരുന്നു. അപ്പോൾ തന്നിരിക്കുന്നതൊക്കെ നമുക്ക് എഴുതാം. എന്തൊക്കെയാണ്, വീൽ ഈസ് RPM എന്നോ റെവല്യൂഷൻസ് പെർ സെക്കൻഡ് എന്നോ എന്ത് കണ്ടാലും ദാറ്റ് ഈസ് അവർ ഫ്രീക്വൻസി. ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1800 റെവല്യൂഷൻസ് പെർ മിനിറ്റ് ആണ്. സോ നമുക്കതിനെ എന്താക്കാം, 1800/60 റെവല്യൂഷൻസ് പെർ സെക്കൻഡ് ആക്കാം. ഓക്കെ, റെവല്യൂഷൻസ് പെർ സെക്കൻഡ് F കിട്ടി. പിന്നെ പറഞ്ഞേക്കുന്ന ടൈം എന്ന് പറയുന്ന 2 മിനിറ്റ് കൊണ്ട് ഇതെന്തായി, സ്റ്റോപ്പായി. സോ 2 × 60 സെക്കൻഡ്സ്. അത് കിട്ടിയല്ലോ. പിന്നെ പറഞ്ഞേക്കുന്നത് എന്താ, അങ്ങനെയാണെങ്കിൽ ആംഗുലർ റിട്ടാർഡേഷൻ, അതായത് നമ്മുടെ ആൽഫയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആൽഫ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ എഴുതാം. ആൽഫ ഈസ് ഈക്വൽ ടു ഒമേഗ ഫൈനൽ മൈനസ് ഒമേഗ എന്ന് വെച്ചാൽ ആംഗുലർ വെലോസിറ്റി, ഒമേഗ ഇനിഷ്യൽ ബൈ ടി. അപ്പം നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒമേഗ ഈസ് ഈക്വൽ ടു 2π/t അല്ലെങ്കിൽ 2π ഫ്രീക്വൻസി. അപ്പോൾ നമുക്ക് ഫൈനൽ ഫ്രീക്വൻസി അല്ലേ, ഫ്രീക്വൻസി ഇനിഷ്യൽ എന്താ, ഫ്രീക്വൻസി ഇനിഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിഷ്യൽ നമുക്കുണ്ട്, ഫൈനലാണ് അറിയാത്തത്. ഓക്കെ, ഇനിഷ്യൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമുക്ക് 2π × എത്ര നമ്മുടെ F 1800 /60. ഇനിഷ്യൽ എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായല്ലോ. ദിസ് ഈസ് ഇക്വേഷൻ. 2π/t 1/t എന്ന് പറയുന്നതാണ് ഫ്രീക്വൻസി. സോ 2π × F നമുക്ക് തന്നിട്ടുണ്ട്, നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദാറ്റ് ഈസ് അവർ ഇനിഷ്യൽ. ഇനി ഫൈനൽ നമ്മുടെ ആംഗുലർ വെലോസിറ്റി എത്രയാണ്, ഇറ്റ് കംസ് ടു റെസ്റ്റ് ആണ്. അപ്പോൾ ഫൈനലി നമുക്ക് അതിന് ആംഗുലർ വെലോസിറ്റി ഒന്നുമില്ല, ഫൈനലി 0. ഇനി നമുക്കതും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. സോ WF എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടി, 2π × 1800 /60 - 0 ടോട്ടൽ ഡിവൈഡ് ബൈ T എത്രയാണ്, 2 × 60. അപ്പോൾ നമുക്കിനി അതങ്ങോട്ട് കുറച്ചാൽ മതി. ഇതങ്ങ് കുറയ്ക്കുമ്പോൾ എത്ര വരും, ഇത് 0 30. സോ 2π × 30 / 2 × 60. അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും, ഇത് രണ്ടും കഴിഞ്ഞ് 2. സോ ആൻസർ ഈസ് -π/2 അല്ലേ. y ഫൈനലാണ് 0. സോ ആക്ച്വലി ഇത് മൈനസ് ആയിട്ട് വരും.
ഇവിടെ മൈനസ് ഇത് പ്ലസ്. സോ ഇനിഷ്യലാണ്, തിരിച്ചാണ് വരേണ്ടത്. ഞാൻ ഇങ്ങോട്ട് എഴുതാം. 0 മൈനസ് ഇതാണ്. ആൻസർ ഈസ് സെയിം, -π/2 എന്ന്. മൈനസ് എന്തുകൊണ്ടാണ് വന്നത്? റിട്ടാർഡേഷൻ ആയതുകൊണ്ട്, തിരിച്ചായതുകൊണ്ട്, നെഗറ്റീവ് ആയതുകൊണ്ട്, കുറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നതുകൊണ്ട്. സോ ആംഗുലാർ ആക്സലറേഷൻ ഈസ് -π/2. സോ ഇവിടെ മൈനസ് ചോദിച്ചിട്ടില്ല, റിട്ടാർഡേഷൻ അവർ തനിയെ തന്നെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് നമ്മൾ മൈനസ് കൊടുക്കേണ്ട കാര്യമില്ല. സോ ആൻസർ ഈസ് π/2. സിമ്പിൾ അല്ലേ? എഫ് എപ്പോഴെങ്കിലും റെവല്യൂഷൻസ് പെർ മിനിറ്റ്, റെവല്യൂഷൻസ് പെർ സെക്കൻഡ്, ചിലപ്പോൾ എഫ് തന്നിട്ടുണ്ടാകും, ചിലപ്പോൾ ടൈം പീരീഡ് ആയിരിക്കും തന്നിരിക്കുന്നത്. കാരണം ഒരു കംപ്ലീറ്റ് റൊട്ടേഷന് വേണ്ടി എത്ര ടൈം എടുക്കുന്നു അങ്ങനെ തരാം, അതല്ലെങ്കിൽ ഇങ്ങനെ തരാം. അപ്പോൾ എന്തുവാണെങ്കിലും നിങ്ങൾ അതനുസരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഒമേഗ എന്ന് പറഞ്ഞാൽ 2π/t. ഈ ഇക്വേഷൻ ഓർത്തിരിക്കുക, ഇത് ഓർത്തിരിക്കുക, ഇത് ഓർത്തിരിക്കുക, ഇത് ഓർത്തിരിക്കുക. ഈ 3 ഇക്വേഷൻസ് ഓർത്താൽ മതി. ഇത് നമുക്ക് സുഖമായിട്ട്. പിന്നെ നമുക്കറിയാലോ ആക്സലറേഷൻ അല്ലെങ്കിൽ ആംഗുലാർ ആക്സലറേഷൻ എന്ന് പറയുന്നത് ഒമേഗ എഫ് ഫൈനൽ, അതായത് ഫൈനൽ ആംഗുലാർ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ ആംഗുലാർ വെലോസിറ്റി ഡിവൈഡ് ബൈ ടൈം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, അടുത്ത പ്രോബ്ലം 2017 പ്രോബ്ലമാണ്. നിങ്ങൾ ഇപ്പോൾ തന്നെ പേപ്പറും പേനയും എടുക്കണം. എന്നിട്ട് ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ട് പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമോ നോക്കണം. പറ്റിയില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ ഡിസ്കഷൻ ആൻസർ കണ്ടിട്ട് ഒന്നുകൂടി ചെയ്യാൻ ശ്രമിച്ചാൽ മതി. ഇറ്റ്സ് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. എ വീൽ ഈസ് റൊട്ടേറ്റിംഗ് അറ്റ് 12 റെവല്യൂഷൻസ് പെർ സെക്കൻഡ്. അപ്പോൾ റൊട്ടേഷൻ നമുക്ക് ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. എന്താണ്? എപ്പോഴെങ്കിലും RPM, റെവല്യൂഷൻസ് പെർ സെക്കൻഡ്, RPM എന്ന് വെച്ചാൽ റെവല്യൂഷൻസ് പെർ മിനിറ്റ്, അങ്ങനെയൊക്കെ തന്നു കഴിഞ്ഞാൽ അതെന്ന് പറയുന്നത് നമ്മുടെ ഫ്രീക്വൻസി ആയിരിക്കും. സോ ഫ്രീക്വൻസി ഈസ് ഗിവൺ ആസ് 12 റെവല്യൂഷൻസ് പെർ സെക്കൻഡ്. സെക്കൻഡിൽ തന്നെ തന്നിട്ടുണ്ട്. അത് ബ്രോഡ് ടു റെസ്റ്റ് ഇൻ 6 സെക്കൻഡ്സ്. 6 സെക്കൻഡ് കൊണ്ട് ആ വീല് സ്റ്റോപ്പ് ചെയ്തു. കറങ്ങിക്കൊണ്ടിരുന്ന ഒരു വീലായിരുന്നു അത്. 6 സെക്കൻഡ് കൊണ്ട് ടൈം ഈസ് ഈക്വൽ ടു എത്രയാണ്? 6 സെക്കൻഡ്സ്. 6 സെക്കൻഡ് കൊണ്ടാണ് അത് സ്റ്റോപ്പായത്. ഓക്കെ, പിന്നെ പറഞ്ഞേക്കുന്നത് എന്താ? ദ ആവറേജ് ആംഗുലാർ ഡീസലറേഷൻ, അതായത് ആൽഫയാണ് നമുക്ക് കാണേണ്ടത്, നെഗറ്റീവ് ആൽഫ. ഡീസലറേഷൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, താഴേക്ക് നെഗറ്റീവായിട്ട് കുറഞ്ഞു പോയതുകൊണ്ടാണ് ഡീസലറേഷൻ എന്ന് പറഞ്ഞാൽ. അത് കണ്ടുപിടിക്കേണ്ടത് റേഡിയൻസ് പെർ സെക്കൻഡ് സ്ക്വയറിലാണ് ഓഫ് ദ വീൽ ഡ്യൂറിങ് ഇറ്റ്സ് പ്രോസസ്. അപ്പോൾ ഇത്രയും നമുക്ക് തന്നിട്ടുണ്ട്, നമ്മൾ ആൽഫ കണ്ടുപിടിക്കുക. സോ ആൽഫയുടെ ഇക്വേഷൻ നമുക്കറിയാം. ആൽഫ ഈസ് ഈക്വൽ ടു ഒമേഗ, അതായത് ആംഗുലർ വെലോസിറ്റി ഓഫ് ഫൈനൽ മൈനസ് ഇനീഷ്യൽ, ഒമേഗ ഇനീഷ്യൽ ബൈ ടി. ദാറ്റ് ഈസ് ആൽഫ. ആംഗുലർ ആക്സലറേഷൻ എന്ന് പറയുന്നത് ആംഗുലാർ വെലോസിറ്റി, ഫൈനൽ ആംഗുലാർ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ ആംഗുലാർ വെലോസിറ്റി ബൈ ടൈം. ഇനി ഇത് കുറച്ച് നേരം കഴിഞ്ഞ് സ്റ്റോപ്പ് ആയെന്ന് പറഞ്ഞപ്പോൾ ഫൈനൽ ആംഗുലാർ വെലോസിറ്റി 0. ഇറ്റ് ബ്രോഡ് ടു റെസ്റ്റ് അല്ലേ, ടൈം 6 സെക്കൻഡിൽ. അപ്പോൾ ഇനിഷ്യൽ കണ്ടുപിടിക്കണം നമുക്ക്. ഇനിഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്കറിയാം 2π/t അല്ലെങ്കിൽ 2πf. അപ്പം ഇനിഷ്യൽ നമുക്കിവിടെ എത്ര കിട്ടിയത്? 2π × f നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. സെക്കൻഡിൽ തന്നെ ആയതുകൊണ്ട്, ബൈ സെക്കൻഡ് ആയതുകൊണ്ട് നമുക്ക് കൺവേർട്ട് ചെയ്യുന്നു വേണ്ട. 2π × 12. അപ്പോൾ ഫൈനൽ ഈസ് 0 മൈനസ് ഇനിഷ്യൽ 2π × 12 ഡിവൈഡഡ് ബൈ ടൈം എത്രയാണ് വന്നേക്കുന്നത്? 6 സെക്കൻഡ്സ്. അതും സെക്കൻഡിലായതുകൊണ്ട് കൺവേർട്ട് ചെയ്യേണ്ട കാര്യമില്ല. സോ മൈനസ് ഓഫ് 2π × 12 ഡിവൈഡഡ് ബൈ 6. അപ്പോൾ 2, ദാറ്റ് ഈസ് -4π. ഈ മൈനസ് എന്തുകൊണ്ടാണ് വന്നത്? റിട്ടാർഡേഷൻ ആയതുകൊണ്ട്, കുറഞ്ഞിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഡീസലറേഷൻ ആയതുകൊണ്ട്, കുറഞ്ഞു വരുന്നതുകൊണ്ടാണ് അതങ്ങനെ വന്നത്. അപ്പോൾ ഇത്രയും റേഡിയൻസ് പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. റേഡിയൻസ് പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ഇത്. സോ ആൽഫ റിട്ടാർഡേഷൻ അല്ലെങ്കിൽ ഡീസലറേഷൻ ഇസ് ഈക്വൽ ടു 4π. ഡീസലറേഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ മൈനസ് കൊടുക്കേണ്ട കാര്യമില്ല. റേഡിയൻസ് പെർ സെക്കൻഡ് സ്ക്വയർ. സിമ്പിൾ അല്ലേ? അപ്പം നിങ്ങൾക്ക് ഒരു പ്രാവശ്യം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ഇത് കേട്ടല്ലോ, അത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ മാത്രം നോക്കി ഒന്നുകൂടെ ചെയ്യാം. അപ്പോൾ ഇത് തന്നെ വളരെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസ് ആണ്. ഈ 2-3 ഇക്വേഷൻസ് നമ്മൾ ഓർത്തിരിക്കുക, അത്രയേ ഉള്ളൂ. എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആൽഫ എന്ന് പറഞ്ഞാൽ ആംഗുലർ ആക്സലറേഷൻ. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ആക്സലറേഷനും ഈ ആൽഫയും റൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് ആ ഒരു ടേമിൻ്റെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇത് നമ്മുടെ ആംഗുലാർ വെലോസിറ്റിയാണ്. സാധാരണ പോലെ തന്നെ ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി ബൈ ടൈം ആണ് എന്താ ആക്സലറേഷൻ. ഇത് നമ്മൾ ജസ്റ്റ് ആംഗുലാർ ടേംസിൽ എടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ആക്സലറേഷന് പകരം ഇവിടെ വരുന്ന ആംഗുലർ ആക്സലറേഷൻ ആൽഫ. നമ്മുടെ വെലോസിറ്റി വിന് പകരം, അല്ലെങ്കിൽ വി ഫൈനൽ അല്ലെങ്കിൽ വി എന്ന് പറയുന്നതിന് പകരമാണ് ഒമേഗ എഫ്. യു ഇനിഷ്യൽ വെലോസിറ്റിക്ക് പകരമാണ് ഒമേഗ ഇനിഷ്യൽ. അപ്പം നമ്മൾ ഫൈനലിൽ അത് റെസ്റ്റിലേക്ക് വരുന്ന പറഞ്ഞുകൊണ്ടാണ് നമ്മൾ 0 ആയിട്ട് എടുത്തത്. കുറച്ച് കഴിഞ്ഞിട്ട് അത് നിൽക്കുമെന്ന് പറഞ്ഞാൽ 6 സെക്കൻഡ് കഴിയുമ്പോൾ ആ മോട്ടർ അങ്ങ് സ്റ്റോപ്പ് ആകും. അതുകൊണ്ടാണ് ഫൈനൽ 0 ആയിട്ട് എടുത്തത്. പിന്നെ നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ കണ്ടുപിടിക്കാം. ഓക്കെ,
നെക്സ്റ്റ് കീം 2025 ഒരു പ്രോബ്ലം ആണ്. ക്വസ്റ്റ്യൻ വായിക്കാം. ഇഫ് ദ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ആണ് പറഞ്ഞേക്കുന്നത് മെയ്ഡ് ബൈ എ റൊട്ടേറ്റിംഗ് വീൽ ഈസ് ഇൻ 10 seconds ഈസ് 150 pi radians. ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ഈസ് 150 pi radians. അതിനുള്ള എടുക്കുന്ന ടൈമാണ് 10 seconds. അങ്ങനെയാണെങ്കിൽ ദ നമ്പർ ഓഫ് റെവല്യൂഷൻസ് മെയ്ഡ് ബൈ ഇറ്റ്. അപ്പം നമുക്ക് തന്നേക്കുന്നത് എന്തൊക്കെയാണെന്ന് എഴുതാം. ടൈം എന്ന് പറഞ്ഞാൽ 10 സെക്കൻഡ് കൊണ്ട് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്, നമ്മുടെ ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ എസ് എന്ന് എടുക്കും. ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റിന് എസ്സിന് പകരമുള്ള ടൈം തീറ്റയാണ്. അപ്പോൾ ഇത്രയും ആംഗിളാണ് അത് കവർ ചെയ്തേക്കുന്നത്. ആംഗിൾ ഇൻ റേഡിയൻസ് എത്രയാണ്? 150 pi റേഡിയൻസ് ആണ് ഇത് 10 സെക്കൻഡ് കൊണ്ട് ഒരു മോട്ടർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബോഡി കവർ ചെയ്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് റെവല്യൂഷൻസ് പെർ മിനിറ്റ്, നമ്പർ ഓഫ് റെവല്യൂഷൻസ് പെർ സെക്കൻഡ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഫ്രീക്വൻസിയാണ് കണ്ടുപിടിക്കേണ്ടത്. ബട്ട് ഒരു കാര്യം ഓർത്താൽ മതി, 10 സെക്കൻഡിലുള്ള ഫ്രീക്വൻസിയാണ് ചോദിച്ചേക്കുന്നത്. ഇത് ഫ്രീക്വൻസി പെർ മിനിറ്റ് അല്ല, അല്ലെങ്കിൽ പെർ സെക്കൻഡ് അല്ല. അപ്പം നമുക്കറിയാവുന്ന ഇക്വേഷനൊക്കെ നമുക്ക് എഴുതാം. ഒമേഗ ഈസ് ഈക്വൽ ടു 2π/t ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു ഫ്രീക്വൻസി. അത് നമുക്കറിയാമല്ലോ. ഇനി ഒമേഗ എന്ന് പറഞ്ഞാൽ, അല്ലെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. അപ്പോൾ ഇവിടുത്തെ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ തീറ്റയാണ്, തീറ്റ ബൈ ടൈം. ഇവിടെ തീറ്റ എത്രയാണ് നമുക്ക് കിട്ടിയത്? 150 റേഡിയൻസ്, 150 pi റേഡിയൻസ് ബൈ എത്ര സെക്കൻഡ് കൊണ്ടാണ്? 10 സെക്കൻഡ് കൊണ്ട്. സോ ഇതെന്ന് പറഞ്ഞാൽ 15 pi എന്താണ്? റേഡിയൻസ് പെർ സെക്കൻഡ്. അത്രയുമാണ് നമ്മുടെ ആംഗുലർ വെലോസിറ്റി നമുക്ക് കിട്ടി. ഇറ്റ് ഈസ് ദിസ് വൺ. ഇനി നമുക്ക് ഇക്വേഷൻ എഴുതാം. W ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു എഫ്. അപ്പോൾ എഫ് ഈസ് ഈക്വൽ ടു ഒമേഗ ബൈ 2π. ഒമേഗ എത്രയാണ്? 15 pi/2π. സോ ആൻസർ ഈസ് 7.5 എത്രയാണ്? റെവല്യൂഷൻസ് പെർ സെക്കൻഡ്. ബട്ട് നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താ? 10 സെക്കൻഡിന് വേണ്ട റെവല്യൂഷനാണ്, ഒരു സെക്കൻഡിന് വേണ്ടിയിട്ടുള്ള അല്ല ചോദിച്ചേക്കുന്നത്. സോ ഫോർ 10 സെക്കൻഡ്സിലാണ് ഇത്രയും ട്രാവൽ ചെയ്തത്, ഇത്രയും ആംഗിൾ അത് കവർ ചെയ്തത്, ഇത്രയും ഡിസ്പ്ലേസ്മെൻറ്റ് ഇതിങ്ങനെ കവർ ചെയ്തത്, റൗണ്ടിൽ പോകുന്നത് കവർ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് റെവല്യൂഷൻസ് മെയ്ഡ് ബൈ. സോ ഫോർ 10 seconds എഫ് എന്ന് പറഞ്ഞാൽ എഫ് അറ്റ് 10 is equal to 7.5 into 10 is equal to 75 revolutions per 10 seconds. 10 സെക്കൻഡ് കൊണ്ട് അത് കവർ ചെയ്ത റെവല്യൂഷൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് 75 ആണ്. ആൻസർ ഈസ് 75. സോ ഇത് മാത്രമാണ് ഇതിനകത്ത് ട്രിക്കായിട്ടുള്ളത്. ഇത് നിങ്ങൾ ഓർത്താൽ മതി. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് 7.5 കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാം ഇതിനകത്ത് ഓപ്ഷൻ അതില്ല. പക്ഷെ അതല്ല നമ്മൾ നോക്കേണ്ടത്. ഫോർ 10 സെക്കൻഡിനുള്ള നമ്പർ ഓഫ് റെവല്യൂഷൻസ് ആണ് ചോദിച്ചേക്കുന്നത്. 10 സെക്കൻഡിൽ അത് 75 റെവല്യൂഷൻസ് കവർ ചെയ്തിട്ടുണ്ട്. അത്രയും പ്രാവശ്യം ആ വീല് റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് മനസ്സിലൊന്ന് ഇമാജിൻ ചെയ്താൽ ഒരു വീല് റൊട്ടേറ്റ് ചെയ്യുന്നു. ആ തീറ്റ നമ്മുടെ ഡിസ്റ്റൻസിന് എസ്സിന് പകരം നമ്മൾ ഇവിടുത്തെ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റിൽ നമുക്ക് വരുന്ന ടേമാണ് തീറ്റ. അതാണ് റേഡിയൻസ്. ഡിഗ്രിക്ക് പകരം നമ്മളിവിടെ SI യൂണിറ്റ് റേഡിയൻസിൽ എടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. അതങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈസി. ഇതിനകത്തൊന്നും പിന്നെ ഒമേഗ എന്ന് പറഞ്ഞാൽ ആ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ്. ഇവിടെ ആംഗുലർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, ദാറ്റ് ബൈ ടൈം. ആ തീറ്റ നമുക്ക് തന്നിട്ടുണ്ട്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്ക് ഒമേഗ കിട്ടി. ഒമേഗ എന്ന് പറഞ്ഞാൽ 2π/t അല്ലെങ്കിൽ 2πf. ആ എഫ് നമ്മൾ കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് പെർ സെക്കൻഡ്. ബട്ട് വി നീഡ് ഫോർ 10 seconds. അതുകൊണ്ടാണ് നമ്മൾ 7.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. അങ്ങനെ നമുക്ക് കിട്ടി 75. സോ ഇത്രയൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടെങ്കിൽ മനസ്സിലാവുന്നു എന്ന് പറയുക. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. എക്സാമിന് ഒരു കോൺഫിഡൻസ് കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ കാണുക. അതുപോലെ തന്നെ ഇതേമാതിരിയുള്ള പ്രോബ്ലംസ് വേറെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇതേമാതിരി പ്രോബ്ലംസ്, അതായത് നമ്മളിപ്പം PYQസിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി സമയം ഉണ്ടെങ്കിൽ അല്ലാത്ത മോഡൽ ക്വസ്റ്റ്യൻസും ഒക്കെ നമുക്ക് ചെയ്യിപ്പിക്കാം. ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ കമൻറ്റ്. അപ്പോൾ നിങ്ങളത് ചെയ്ത് പഠിക്കുക. ചെയ്താലേ പഠിക്കത്തുള്ളൂ. എപ്പോഴും പേപ്പറും പേനയായിട്ടിരിക്കുക. നിങ്ങൾക്ക് അധികം സമയമൊന്നും എടുക്കത്തില്ല. ഒരു 5 minutes ആണെങ്കിലും എല്ലാ ക്വസ്റ്റ്യൻസും ഇടയ്ക്കിടയ്ക്ക് 5 minutes കിട്ടുന്ന സമയത്തൊക്കെ മാക്സിമം ചെയ്ത് പഠിക്കുക. ഇനി ഒട്ടും ടൈമില്ല. അതുകൊണ്ട് വളരെ ഫാസ്റ്റായിട്ട് നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കാം. ഓക്കെ, ബൈ.